സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രഹസ്യ പരസ്യ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നും എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കൂടി ഉദ്ദേശിക്കുകയാണ്. മഹത്തായ ഇസ്ലാം മതം അള്ളാഹുവിൻ്റെ അടിയാത്തികളായ സ്ത്രീകൾക്ക് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാനും മറ്റു ആരാധനകളിൽ ഏർപ്പെടുവാനുമുള്ള അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അത് സംബന്ധമായി കൃത്യമായി വിശ്വാസിനികളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ, ഒന്ന് 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 97-ാമത്തെ ആയത്ത്, മറ്റൊന്ന് 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനിലെ 40-ാമത്തെ ആയത്ത്. ഈ 2 ആയത്തുകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു കാര്യം, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, വിശ്വാസികളായിക്കൊണ്ട് അള്ളാഹുവിൽ അടിയുറച്ച ആദർശം സ്വീകരിച്ചുകൊണ്ട് മുഅ്മിനായിക്കൊണ്ട്, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവർക്ക് ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബത്തൻ, ദുനിയാവിൽ നല്ല ഒരു ജീവിതം നൽകുമെന്നാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അത്തരം പ്രവർത്തനങ്ങൾക്ക് റഹ്മാനായ റബ്ബ് മഹത്തായ പ്രതിഫലവും നൽകുമെന്നാണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് മഹത്തായ പ്രതിഫലവുമുണ്ട്, ദുനിയാവിൽ നല്ല ഒരു ജീവിതവും അവർക്ക് നൽകും. നല്ല ഒരു ജീവിതമെന്ന് വെച്ചാൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ കുറച്ച് ഹദീസുകൾ കൊണ്ടുവരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസി ഹിദായത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ അവന് ലഭ്യമായതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുമെന്നാണ്. അത്യാർത്തി അവനെ പിടികൂടുകയില്ല. എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ അള്ളാഹു അവന് നൽകുകയില്ല. ലഭ്യമായതെന്താണോ അതുകൊണ്ട് അള്ളാഹുവിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് അവൻ ജീവിക്കും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് അള്ളാഹു തആല അവൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് ഹയാത്തുൻ ത്വയ്യിബത്തൻ, നല്ല ഒരു ജീവിതം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ഇതാണ്. മറ്റൊരായത്ത് വമൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, സാരാംശം ഇത് തന്നെയാണ്. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അത്തരക്കാർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. 2 ലോകത്തും അവർക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യുദ്ലിമു മുഅ്മിനൻ ഹസനതൻ, വിശ്വാസികളെ അള്ളാഹു ഒരിക്കലും അക്രമം കാണിക്കുകയില്ല. വിശ്വാസിനികൾ ചെയ്യുന്ന നന്മയോട് ഒരിക്കലും അള്ളാഹു അനീതി കാണിക്കുകയില്ല. യുഅ്താ ബിഹാ ഫിദ് ദുനിയാ, മുഅ്മിനുകൾക്ക് അവർ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലമായി ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അത് നൽകുമെന്നാണ്. യുഅ്താ ബിഹാ എന്നാൽ റിസ്ക് നൽകുമെന്നാണ്. ദുനിയാവിലുള്ള മറ്റ് സൗകര്യങ്ങളും അത്തരം വിശ്വാസികൾക്ക് നൽകുമെന്നാണ്. വയുജ്സാ ബിഹാ ഫിൽ ആഖിറ, പരലോകത്താണ് യഥാർത്ഥ പ്രതിഫലം. ആർക്ക്? മുഅ്മിനായിക്കൊണ്ട് സത്യവിശ്വാസിയായിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്ന പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ.
ഇവർക്ക് ദുനിയാവിലും അള്ളാഹു നൽകും മഹത്തായ പ്രതിഫലം നാളെ പരലോകത്താണ് നൽകുക. ഒരിക്കലും അവർ ചെയ്യുന്ന നന്മയ്ക്ക് അനീതി കാണിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ വിഷയത്തിൽ സ്വഹാബികൾ കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും, സ്വഹാബ വനിതകൾ ഇബാദത്തുകൾ ചെയ്തിരുന്നത് മസ്ജിദുകളിൽ ചെന്നു, ഇഅ്തികാഫ് ചെയ്തിരുന്നു, അവർ ഈദ്ഗാഹിൽ ചെന്ന് നമസ്കാരത്തിൽ ഏർപ്പെട്ടിരുന്നു, ഗ്രഹണ നമസ്കാരങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മസ്ജിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹാബ വനിതകൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ ഹദീസുകളിൽ നിന്നായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ കൂടി നാം മനസ്സിലാക്കിയത്. ആ ഒരു ഇബാദത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ഏതെല്ലാം സ്ത്രീകൾ ചെയ്യുന്നുവോ, വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഏതെല്ലാം സ്ത്രീകൾ ചെയ്യുന്നുവോ അവർക്കെല്ലാം മഹത്തായ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നാണ്. ഒരിക്കലും സ്ത്രീ ചെയ്യുന്നത് കൊണ്ട് അനീതി കാണിക്കുകയില്ല, നീതിയോടുകൂടി അള്ളാഹു വർത്തിക്കും അവരോട് എന്ന് വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ വിശ്വാസിനികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില പൊതുമര്യാദകൾ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാരെ പോലെയുള്ള പ്രവർത്തനങ്ങൾ പൊതു മധ്യത്തിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിൽ അവർക്ക് ചില പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ വഖറന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തുൽ ഊലാ, അജ്ഞാത കാലത്ത് അഥവാ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ചില സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിക്കുവാൻ പുറത്തിറങ്ങി നടന്നതുപോലെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുത് വിശ്വാസിനികളെ. നിങ്ങൾ വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരിക്കുക. ആവശ്യമായ സമയങ്ങളിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇതുപോലെയുള്ള ഇബാദത്തുകൾ നിങ്ങൾ പുറത്തിറങ്ങി മസ്ജിദുകളിൽ ചെന്നുകൊണ്ട് ആ കൃത്യനിർവഹണം നിർവഹിക്കുക എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്. വഅഖിംന സ്വലാ, നമസ്കാരം നിലനിർത്തുക, വആതീന സക്കാ വഅതിഉന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. ഇത് സത്യവിശ്വാസിനികൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ വീട്ടിൽ അടങ്ങിയൊതുങ്ങി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുവാനായിട്ട് അതിലൊരു തടസ്സവുമില്ല. ഈ ആയത്ത് ആദ്യമായി കേൾക്കുന്നത് സ്വഹാബ വനിതകളാണ്. ഈ ആയത്ത് കേട്ടതിന് ശേഷം സ്വഹാബ വനിതകൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നു എന്നുള്ളതിന് തെളിവുകളില്ല. ഈ ആയത്തിന് ശേഷവും സ്വഹാബ വനിതകൾ മസ്ജിദുകളിൽ പോയിരുന്നു, ഈദ്ഗാഹുകളിൽ പങ്കെടുത്തിരുന്നു, അവർ ഇബാദത്തുകളിൽ മുഴുകിയിരുന്നു എന്ന് ദശക്കണക്കിന് ഹദീസുകളിൽ കൂടി വ്യക്തമായി ഈ വിഷയം നാം പഠിച്ചതാണ്. ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ശർഈയായിട്ടുള്ള അഥവാ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകാം എന്നത് ഈ ആയത്ത് വിരുദ്ധമല്ല. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാതെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾ കുഴഞ്ഞ് അല്ലെങ്കിൽ ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതുപോലെ വിശ്വാസിനികളെ നിങ്ങൾക്ക് പാടില്ല. ഇവിടെ ഒരു നിബന്ധന എന്ന് പറയുന്നത് സ്ത്രീകൾ പള്ളികളിൽ പോയി ഇബാദത്ത് ചെയ്യുന്നതിന് ഈ ആയത്ത് ഒരു തടസ്സമേ അല്ല എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞതിന് ശേഷം പറയുകയാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്നും തടയരുത്. വലാകിൻ, പക്ഷേ ലിയഖ്റുജുന വഹുന തഫിലാത്തുൻ, സുഗന്ധം പൂശിക്കൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കരുത്. ആരോട്? വിശ്വാസിനികളായ സ്ത്രീകളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുനൻ അബൂദാവൂദിലെ 565-ാം നമ്പർ ഹദീസാണ്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അവർ പാലിക്കേണ്ട ഒരു മര്യാദ പാലിച്ചുകൊണ്ട് അവർ പള്ളിയിൽ പോകണം. ലിയഖ്റുജന വഹുന്ന തഫിലാത്തുൻ, സുഗന്ധം പൂശിക്കൊണ്ട് അവർ പള്ളികളിൽ പോകരുത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം,
അത്തരക്കാരുടെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ആരുടെ നമസ്കാരം? സുഗന്ധം പൂശിക്കൊണ്ട് പള്ളികളിലേക്ക് ഇബാദത്ത് ചെയ്യുവാൻ പോകുന്ന സ്ത്രീകളുടെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം സുഗന്ധം പൂശാതെ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്ന വേഷവിധാനം അണിഞ്ഞുകൊണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും കലരാതെ, അങ്ങനെ ഒരു ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് മസ്ജിദുകളിൽ ചെന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാൻ ഇസ്ലാം ദീൻ അനുവദിക്കുന്നു എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാം ഇപ്പോൾ സൂചിപ്പിച്ച സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്ത് ചില ആൾക്കാർ നമസ്കരിക്കുവാൻ പള്ളിയിൽ പോകരുത് എന്നുള്ളതിന് തെളിവായി പറയുകയാണ്. ഒരിക്കലും ഖുർആനോട് ചേർന്ന് നിൽക്കുന്നതല്ല ആ വിഷയം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ ഹിജ്റ 600-ൽ ജനിച്ച മഹാനായ ഒരു മുഫസ്സിറാണ്. അദ്ദേഹം ഇബ്നുൽ അറബി എന്ന് പറയുന്ന മഹാനായ ഒരു മുഫസ്സിറിൻ്റെ ഒരു ഉദ്ധരണി കൊണ്ടുവരികയാണ്. അദ്ദേഹം ജനിച്ചതാകട്ടെ ഹിജ്റ 468-ലാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഖുർത്തുബി റഹ്മഹുല്ലാ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഞാൻ 1000 പട്ടണങ്ങൾ സന്ദർശിച്ചു. ആര് പറയുന്നു? ഹിജ്റ 1000-ൽ ജീവിച്ച, ഹിജ്റ 465-ൽ ജീവിച്ച, ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ ഇബ്നു അറബി റഹ്മഹുല്ലാ പറയുകയാണ്, ലഖദ് ദഖൽതു നയ്യഖൻ അലൽ അൽഫി ഖറിയത്തിൻ, ഞാൻ 1000 പട്ടണങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ ഞാൻ സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് നാബൽസിലെ സ്ത്രീകളാണ്. നാബൽസ് എന്ന് പറയുന്നത് അല്ലത്തി റുമിയ ബിഹൽ ഖലീൽ അലൈഹിമുസ്സലാത്തു വസ്സലാമുൻ നാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ ആ ഒരു സ്ഥലമാണ് നാബൽസ് എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തെ സ്ത്രീകളാണ് ഏറ്റവും നല്ല സംശുദ്ധരായ സ്ത്രീകൾ. എന്നിട്ട് ഇബ്നു അറബി റഹ്മഹുല്ലാ വിശദീകരിക്കുകയാണ്, ആ സ്ത്രീകളെ ഞാൻ വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഫഇന്നഹുന്ന യഖ്റുജുന ഇലൈഹാ ഹത്താ യംതലിയൽ മസ്ജിദ് മിൻഹുന്ന, വെള്ളിയാഴ്ചകളിലാകട്ടെ അവിടെയുള്ള പള്ളികളിൽ സ്ത്രീകളെ കൊണ്ട് നിറയുമെന്നാണ്. യംതലിയൽ മസ്ജിദ് മിൻഹുന്ന, ആ നാബൽസിലെ പള്ളികൾ സ്ത്രീകളെ കൊണ്ട് നിറയും. ഫഇദാ ഖുദിയത്തിസ് സ്വലാ വൻഖലബന ഇലാ മനാസിലിഹിന്ന, നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് പുറപ്പെടും. ലം തഖഉന ഐനയ്യ അലാ വാഹിദത്തും മിൻഹുന്ന ഇല്ലൽ ജുമഅത്തുൽ ഉഖറ, ഇനി മറ്റേ ജുമഅ ദിവസമായിരിക്കും ഞാൻ അവരെ കാണുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് വേറെ ഒരു ദിവസവും ഞാൻ സ്ത്രീകളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ആരാണ്? 1000 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. ഇതാണ് വിശ്വാസികളെ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന ഒരു സ്വാതന്ത്ര്യം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന വേഷവിധാനം അണിഞ്ഞുകൊണ്ട് സുഗന്ധദ്രവ്യം പൂശാതെ സ്ത്രീകൾ പള്ളികൾ വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള നന്മകളുടെ ഓഹരികളെ തടയരുത് എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാം കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് കല്യാണം കഴിച്ചത് ആതിഖ റളിയല്ലാഹു അൻഹയാണ്. സുന്ദരിയായ ആതിഖ റളിയല്ലാഹു അൻഹ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്.
ആതിഖ റളിയല്ലാഹു അൻഹയും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള കല്യാണം നടക്കുന്നതിന് മുമ്പ് ആതിഖ റളിയല്ലാഹു അൻഹ ചില കരാറുകൾ വാങ്ങിച്ചുവെന്നാണ് ഭർത്താവായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും. എന്താണ് കരാറെന്നറിയുമോ? അന്ന ഉമർ ലമ്മ ഖതബഹ ശറതതു അലൈഹി അല്ലാ യദ്രിബഹാ. എന്നെ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങൾ അടിക്കരുത്, ഒന്നാമത്തെ നിബന്ധനയാണ്. വലാ യംനഉഹാ മിനൽ ഹഖ്, എൻ്റെ അവകാശങ്ങളെ ഒന്നുപോലും താങ്കൾ തടയരുത്. വലാ മിനസ് സ്വലാത്ത് ഫിൽ മസ്ജിദിൻ നബവി, അള്ളാന്റെ പള്ളിയിൽ, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാനും നിങ്ങൾ എന്നെ തടയരുത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ, മസ്ജിദിൽ വന്നുകൊണ്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കുവാൻ അത് ഹറാമാണ് പെണ്ണെ, നിനക്കറിയില്ലേ എന്നല്ല ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, അത് അംഗീകരിച്ചുവെന്നാണ്. ഇപ്പൊ ഇന്നത്തെ ചില ആൾക്കാർ പറയുന്നത് എന്താ? മസ്ജിദിൽ ചെന്നുകൊണ്ട് സ്ത്രീകൾ പള്ളികൾ ചെന്നുകൊണ്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കുന്നത് ഹറാമാണ് എങ്കിൽ ആ ഹറാമിനെ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുമോ? സഹോദരങ്ങളെ, ഒരു കല്യാണം കഴിക്കുവാനായിട്ട് അതിനെ മൂടി വയ്ക്കുമോ? ഈ 3 നിബന്ധനകളും മഹാനായ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചുവെന്നാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വീഴുന്ന സമയത്ത്, ആ സുബഹ് നമസ്കാരത്തിന്റെ സമയത്ത് പോലും ആതിഖ റളിയല്ലാഹു അൻഹ മസ്ജിദിൽ ഉണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, അഥവാ സ്വഹാബാക്കളോട് പറഞ്ഞ ഒരു ഹദീസാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ബാധകമാകുന്നത്. അത് വിശ്വാസികളായ നമുക്കും ബാധകമാണ്. നമ്മളൊക്കെ സലഫി മസ്ജിദുകളിൽ ജുമുഅ ആകുമ്പോൾ വരുന്നു, ഖുത്ബ കേൾക്കുന്നു, ഇബാദത്തുകളിൽ മുഴുകുന്നു. എന്തേ നമ്മുടെ ഭാര്യമാർക്ക് അതിൻ്റെ അവകാശമില്ലേ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താക്കന്മാരോട് പറയുന്ന ശക്തമായ താക്കീതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ വിലക്കാത്തത്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ലാ തംനഉ നിസാ ഹുളൂലഹുന്ന മിനൽ മസാജിദ്. നിങ്ങൾ നമസ്കരിക്കുവാൻ വരുന്ന പെണ്ണുങ്ങൾ, അവർക്ക് ചില നന്മകളുടെ ഓഹരികളുണ്ട് മസ്ജിദുകളിൽ, അതിനെ നിങ്ങൾ തടസ്സം നിൽക്കരുത്. തടസ്സം നിൽക്കരുത്. കാരണം എന്താ? ഇപ്പം നാട്ടിലുള്ള ഒരു ഭർത്താവ് സുന്നത്ത് നോമ്പ് പിടിക്കാതിരിക്കുവാൻ ഭാര്യയോട് കൽപ്പിച്ചാൽ അത് പിടിക്കരുത് എന്നുള്ള ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നാട്ടിൽ ഭർത്താവുണ്ട്, ഭർത്താവ് പറയുകയാണ് നീ തിങ്കളാഴ്ച നോമ്പ് പിടിക്കണ്ട, അത് അനുസരിക്കണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പ്രവാചകൻ പറയുകയാണ്, ലാ തസ്മിൽ മർഅ വബലഹ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കരുത്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ആ വീട്ടിലേക്ക് ഒരു ഭാര്യമാരും ആരെയും കടത്തരുത്. ഇത് നിബന്ധനയാണ്. എന്നതുപോലെ മസ്ജിദിലേക്ക് വരുവാനായിട്ട് ഒരു ഭർത്താവ് തടസ്സം ചെയ്താൽ പാടില്ല തന്നെ. എന്നിട്ട് ഭർത്താക്കന്മാരോട് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ തംനഉ, നിങ്ങൾ തടസ്സം നിൽക്കരുത്. കാരണം അവർക്ക് നന്മകളുണ്ട്. മസ്ജിദുകളിൽ വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാനും പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും വാളുകൾ കേൾക്കുവാനും അവർക്കുള്ള അവകാശമുണ്ട്. എന്ത് നമ്മുടെ ഭാര്യമാർക്ക് ആ അവകാശം നമുക്ക് വകവെച്ചു കൊടുക്കുവാൻ എന്ത് തടസ്സമാണ്? സ്വഹാബികൾ അനുവദിച്ചു കൊടുത്തതാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഭർത്താക്കന്മാരോട് കൽപ്പിച്ചതുമാണല്ലോ. എന്തുകൊണ്ട് ജുമാക്കെങ്കിലും നമ്മുടെ ഭാര്യമാരെ മസ്ജിദുകളിലേക്ക് വന്നുകൊണ്ട് വാള് കേൾക്കുവാനും ആ പുണ്യങ്ങൾ നേടിയെടുക്കുവാനും എന്തുകൊണ്ട് ഭർത്താക്കന്മാരായ നാം അങ്ങനെ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകരുടെ താക്കീതിനെ നാം ഒരു പരിഗണനയും നൽകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ. ഇപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ഇമാമത്തായി നമസ്കരിക്കും, ദീർഘമായി നമസ്കാരത്തിൽ ഖുർആൻ ഓതുവാൻ ഞാൻ ആഗ്രഹിക്കും. അങ്ങനെ ഖുർആൻ ഓതുവാൻ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കാം പുറകിൽ നിൽക്കുന്ന സ്വബിയ്യികളായ അഥവാ കൊച്ചു കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസാണ് 470. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മഉ ബുകാഅ അസ്സബിയ്യി മഅ ഉമ്മിഹി വഹുവ ഫിസ്സലാ ഫയഖറഉ ബിസ്സൂറത്തിൽ ഖഫീഫത്തി ഔ ബിസ്സൂറത്തിൽ ഖസീറ. നേരത്തെ പറഞ്ഞ സാരാംശമാണ്. ഞാൻ ദീർഘമായ നമസ്കാരത്തിൽ തിലാവത്ത് ഖുർആൻ പാരായണം ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കും. കൊച്ചു കുട്ടികളുടെ ശബ്ദം കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ ആ നമസ്കാരത്തെ ചുരുക്കുകയോ തിലാവത്തിനെ ഞാൻ ചുരുക്കുകയോ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു സുബ്ഹ് നമസ്കാരത്തിൽ പതിവിന് വിപരീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുക്കി നമസ്കരിച്ചു. ഒരു സ്വഹാബി നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലിമ ജവ്വസത്, താങ്കൾ എന്തിനാ ഈ പ്രഭാത നമസ്കാരത്തിൽ ചുരുക്കി നമസ്കരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മറുപടി, സമിഅതു ബുകാഅ സ്വബിയ്യിൻ, ഞാനൊരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഫളനൻതു അന്ന ഉമ്മുഹു മഅനാ, ആ കുഞ്ഞിനോടൊപ്പം ഉമ്മയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണം ഉമ്മയ്ക്ക് പ്രയാസമുണ്ടാകാതിരിക്കുവാൻ ഞാൻ നമസ്കാരം ചുരുക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച സ്വഹാബിയോട് മറുപടി പറയുകയാണ്. നോക്കൂ, എത്ര കൃത്യമാണ് ഇസ്ലാമിൽ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 150ഓളം സ്വഹീഹായ ഹദീസുകളാണ്, ഒന്ന് രണ്ടുമൊന്നും അല്ല സഹോദരങ്ങളെ. 150ഓളം സ്വഹീഹ് ബുഖാരി, മുസ്ലിം, മുസ്നദ് അഹ്മദ്, സുനൻ അബീ ദാവൂദ്, സുനൻ തിർമിദി, സുനൻ നസായി, അങ്ങനെയുള്ള സുനനുകളിലും മുസ്നദുകളിലും സ്വഹീഹായിട്ട് വന്ന 150ൽ പരം ഹദീസുകൾ സ്ത്രീ പള്ളിപ്രവേശവുമായി കൃത്യമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ ആ ഒരു സുന്നത്ത് നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടേ സഹോദരങ്ങളെ? നമ്മളൊക്കെ വല്ലാത്ത തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. തൗഹീദിൻ്റെ അങ്ങേ അറ്റമാണ് നമ്മൾ. സുന്നത്തെന്ന് വച്ചാൽ തശഹുദിൽ കൈ അനക്കണമോ വേണ്ടയോ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കൈ നെഞ്ചത്ത് തന്നെ കെട്ടണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. അങ്ങനെ ചെറിയ ഒരു സുന്നത്തെന്ന് തോന്നുന്നതിനെ പോലും വളരെ കണിശതയോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നമുക്ക് ഇത്രയും ശക്തമായി വന്ന ഹദീസുകൾ ഇബാദത്ത് ചെയ്ത് പള്ളിയിൽ വന്നുകൊണ്ട് അവരുടെ നന്മകളെ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അള്ളാഹുവിൻ്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്ത ദശക്കണക്കിന് വന്ന ഹദീസുകൾ ഭർത്താക്കന്മാരായ നമുക്ക് ബാധകമല്ലേ വിശ്വാസികളെ? നമുക്ക് ബാധകമല്ലേ? നമ്മളൊക്കെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുധാവനം ചെയ്യുവാനായിട്ട് പ്രതിജ്ഞയെടുത്തവരല്ലേ സഹോദരങ്ങളെ? എന്തുകൊണ്ട് നമുക്ക് ആ ഒരു സുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നില്ല? ഒരു വാക്കെങ്കിലും അവരെ വിളിക്കുവാനുള്ള സന്മനസ് നമ്മൾ കാണിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ഭാര്യമാരോട് പറയുവാനുള്ള ഒരു ബാധ്യത നമുക്കില്ലേ? അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? ഭർത്താക്കന്മാർ അങ്ങനെ ഒരു തടസ്സം നിൽക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെതിരാണ്. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്ന കാര്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ അനുസരിച്ചുകൊണ്ടുള്ള വേഷവിധാനം സ്വീകരിച്ചുകൊണ്ട് മസ്ജിദുകളിൽ എന്നല്ല എല്ലാ പൊതുരംഗങ്ങളിലും അവർക്ക് ഇടപെടാം, ഈ നിബന്ധന പാലിച്ചുകൊണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ്, സുൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ, രണ്ട് വിഭാഗം ആൾക്കാർ നരകത്തിലാണ്, അവരെ ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവരിൽ ഒരു വിഭാഗമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളെ നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത്. ആരാണ് ആ ഒരു വിഭാഗം? വനിസാഉൻ, സ്ത്രീകളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ, അവർ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, എന്നാൽ വിവസ്ത്രകളാണ്, നഗ്നരാണ്. അവർ ആടിക്കുടഞ്ഞായിരിക്കും അവർ ജീവിക്കുക. ആകർഷണീയമായ വാക്കുകൾ പരപുരുഷന്മാരുമായിട്ട് സംസാരിക്കും.
അത്തരം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല, അവർ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റിഹഹാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല മണം പോലും, സ്വർഗ്ഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭ്യമാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹിജാബ് ധരിച്ചുകൊണ്ട്, വേഷവിധാനം കൃത്യമായി പാലിച്ചുകൊണ്ട് മസ്ജിദുകളിൽ എന്നല്ല പൊതുരംഗങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സ്വഹാബ വനിതകൾ യുദ്ധത്തിൽ പോലും സ്വഹാബ പുരുഷന്മാരെ സഹായിച്ചിട്ടുണ്ട് എന്ന് എത്ര ചരിത്രമാണ് വിശ്വാസികളെ. ഖുല്ലൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂന ഫുറൂജഹും. വിശ്വാസിനികളായ സ്ത്രീകളെ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ പറഞ്ഞുകൊള്ളുക റസൂലെ പുരുഷന്മാരോടും. വൈകാരികമായിട്ടുള്ള വികാരത്തോടുകൂടിയുള്ള നോട്ടങ്ങൾ അത് ഒഴിവാക്കണം. ദൃഷ്ടികൾ താഴ്ത്തുക റസൂലെ അവരോട് പറയുക. അതുപോലെ തന്നെ ജനനേന്ദ്രിയങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അവരോട് പറയുക. ദാലിക അസ്കാ ലഹും, സംശുദ്ധ ജീവിതത്തിന് ഇത് അവർക്ക് ഗുണമായിരിക്കും. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരുടെ ഭംഗിയിൽ നിന്നും പ്രത്യക്ഷമായതൊഴിച്ച് ഒന്നും വെളിപ്പെടുത്തരുത്. പ്രത്യക്ഷമായതൊഴിച്ച് മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇല്ലാ മാ ളഹറ മിൻഹാ, മുഖവും മുൻകൈയും ഒഴികെയുള്ളതിനെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകുകയാണ് ഈ വിഷയത്തിൽ. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന ഫത്ഹുൽ മുഈൻ പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിൽ കാണാം, സ്ത്രീകളുമായിട്ട് ചിലപ്പോൾ കച്ചവടം നടത്തേണ്ടി വരും, മറ്റ് ഇടപാടുകൾ നടത്തേണ്ടി വരും, മറ്റ് ആവശ്യങ്ങൾ അവരുമായിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരുടെ മുഖം നോക്കൽ അനുവദനീയമാണ്. ഇത് ഫത്ഹുൽ മുഈനിലുള്ള ഒരു ഫത്വയാണ്. കച്ചവടം, ഇടപെടലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ സ്ത്രീകളുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ അവരുടെ മുഖം തിരിച്ചറിയുവാൻ വേണ്ടി അനുവദനീയമാണ് മുഖം കാണുക എന്നുള്ളത്. ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുകയാണ് എത്രത്തോളം ഖുർആൻ പോലെ, പ്രത്യേകിച്ച് ഫാത്തിഹ പോലെ പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് മുഅല്ലിമീങ്ങൾക്ക്, അധ്യാപകർക്ക് സ്ത്രീകളുടെ മുഖം നോക്കൽ അനുവദനീയമാണ്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഈ സമൂഹം, കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, എന്തുമാത്രം ഒരു ദുരവസ്ഥ എന്നറിയുമോ മുസ്ലിം സ്ത്രീകൾക്ക് വന്നുപെട്ടത്? ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമം പാലിക്കണമല്ലോ, സ്ത്രീ സംവരണമാണ്. അവിടെ സ്ത്രീകൾ നിൽക്കേണ്ട ഒരു നിർബന്ധിതാവസ്ഥ. അവിടെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അനുവദനീയമാക്കുന്നുണ്ട്. എങ്ങനെ? അള്ളാഹുവിൻ്റെ കലാമിൽ പറഞ്ഞ വേഷവിധാനം സ്വീകരിച്ചുകൊണ്ട്. ഇപ്പം നമ്മളൊക്കെ വിജയാളാത വേളകളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നാം കണ്ടതാണ്, അന്യ പുരുഷന്മാർക്ക് ഹസ്തദാനം ചെയ്യുന്ന സ്ത്രീകൾ നമ്മൾ കാണുകയാണ്. പൊതുയിടങ്ങളിൽ ഡാൻസ് കളിക്കുകയാണ്. മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥയാണ്. അന്യ പുരുഷന്മാരോട് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് എന്ത് നിബന്ധന വെച്ചാലും അത് ഹറാമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി മാ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൻ നിസാഇ ഖത്ത്, അള്ളാന്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യ സ്ത്രീകൾക്ക് പ്രവാചകൻ മുസാഫഹത്ത് ചെയ്തിട്ടില്ല, കൈ കൊടുത്തിട്ടില്ല. ഇല്ലാ ബിമാ അമറഹുല്ലാഹു തആല വമാ മസ്സതു കഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫ ഇംറഅത്തിൻ ഖത്തുൻ. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യുവാൻ വേണ്ടി വരുന്ന ആ സമയത്ത് പോലും ബൈഅത്ത് ചെയ്യും, പക്ഷെ പ്രവാചകൻ അന്യ സ്ത്രീകളുമായിട്ടുള്ള മുസാഫഹത്ത് ഒഴിവാക്കും. അങ്ങനെ കൈ കൊടുക്കൂല. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? മുസ്ലിം സ്ത്രീകൾ എന്ത് ന്യായീകരണമാണുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സിന എന്ന് പറയുന്നത് ജനനേന്ദ്രിയങ്ങൾ കൊണ്ടുള്ളത് മാത്രമല്ല, കണ്ണുകൾ കൊണ്ട് സിനായുണ്ട്.
കൈകൾ കൊണ്ട് വ്യഭിചാരമുണ്ട്, കാലുകൾ കൊണ്ട് വ്യഭിചാരമുണ്ട്, നോട്ടം കൊണ്ടും വ്യഭിചാരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ മുസ്ലിം സ്ത്രീകൾ അവരാരായിക്കൊള്ളട്ടെ, ജയിച്ചവരാകട്ടെ തോറ്റവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അന്യ പുരുഷന്മാരുമായിട്ടുള്ള സംസാരത്തിൽ പോലും കണിശത പാലിക്കണം. ഹൃദയത്തിൽ രോഗമുള്ളവർ അതൊരു മുതലെടുപ്പ് നടത്തിക്കളയും എന്നും ഹദീസുകളിൽ കാണാം. അങ്ങനെ സംസാരിക്കേണ്ട ഒരു ഘട്ടം എത്തിയാൽ പരുഷമായി അവരുമായി സംസാരിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കഴിഞ്ഞ ഖുത്ബയിലും ഇന്നത്തെ ഖുത്ബയിലും കൂടി പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ആ വേഷവിധാനത്തോടുകൂടി സുഗന്ധദ്രവ്യം പൂശാതെ മസ്ജിദുകളിലേക്ക് വരിക എന്നുള്ളത്. പുരുഷന്മാർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ശക്തമായ താക്കീത് നൽകി, ലാ തംനഉ, അവരെ നിങ്ങൾ തടയരുത്. കാരണം അവർക്കുള്ള ഓഹരിയുണ്ട്. നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ സഹോദരങ്ങളെ? പുരുഷന്മാർ മാത്രം സ്വർഗത്തിൽ? അങ്ങനെ ഒരു വിവേചനമുണ്ടോ വിശ്വാസികളെ? ആ സ്ത്രീകൾ മസ്ജിദിൽ വന്നുകൊണ്ട് അവരുടെ നന്മകളെ തടസ്സം ചെയ്യുന്നത് ഭർത്താക്കന്മാർക്ക് ഭൂഷണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല സഹോദരങ്ങളെ, അള്ളാന്റെ ദീനാണിത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ദീനാണ്. ആ ദീനിനെ തകിടം മറിച്ചുകൊണ്ട് പുതിയ ഒരു ഫത്വ ഇറക്കാൻ ഒരാൾക്കും അനുവദനീയമല്ല. അള്ളാന്റെ റസൂലിൻ്റെ ദീനാണിതെന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകൻ പഠിപ്പിച്ച ദീൻ പുരുഷന്മാരോടൊപ്പം ജുമുഅയിൽ പ്രത്യേകിച്ച് വാലുകൾ കേൾക്കുവാനും ഇബാദത്തുകളിൽ മുഴുകുവാനും ഭാര്യമാരെയും കൊണ്ടുവരട്ടെ, അവർക്കുള്ള നന്മയുടെ ഓഹരികളെ തടയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ ഈ വിഷയത്തിലും കണിശത പാലിക്കുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.